തൃശൂരിൽ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. അടൂർ സ്വദേശി കാർത്തിക്കാണ് പിടിയിലായത്. തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഈ കേസിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്? പിടിയിലായ ആളുടെ പശ്ചാത്തലം എങ്ങനെയാണ്? സംഗീത ക്രിമിനൽ കേസ് പശ്ചാത്തലമുള്ള ആളാണ് പത്തനംതിട്ട അടൂർ സ്വദേശിയായിട്ടുള്ള കാർത്തിക്കിന് വേണ്ടിയിട്ട് ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് ഇയാളെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. തൃശൂർ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് ഈ കേസ് പ്രത്യേകമായി അന്വേഷിക്കുന്നത്. ഇവർ ദിവസങ്ങളോളം ഇയാളെ നിരീക്ഷിക്കുകയും തൃശൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നേരത്തെ കേസിൽ മുഖ്യപ്രതി സിജോ അടക്കം 6 പേർ അറസ്റ്റിലായിരുന്നു. ചലച്ചിത്ര നിർമ്മാതാവായ റാഫേൽ പോഴമ്പറമ്പിലിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി 25ഓളം പ്രതികൾ ഈ കേസിൽ ഉള്ളതായിട്ടാണ് അന്വേഷണ സംഘം അനുമാനിക്കുന്നത്. നേരിട്ട് കൊട്ടേഷൻ ആക്രമണം നടത്തിയ 6 സംഘത്തെയാണ് ഇതിനോടകം കസ്റ്റഡിയെടുത്തത്. ഈ കസ്റ്റഡിയെടുത്ത 6 സംഘത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ടായിരുന്നു. അതായത് നേരിട്ട് സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഘത്തിൽ അതിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന കാർത്തിക്കാണ് സുനിലിനെ ആക്രമിക്കുകയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇയാളെ പോലീസ് കസ്റ്റഡിയെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം മറ്റുള്ള പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസിന്റെ ഒരു രഹസ്യാത്മക സ്വഭാവം പോലീസ് വെച്ച് പുലർത്തുന്നുണ്ട്. അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. സിനിമാ മേഖലയിലെ പ്രമുഖരും സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള ആക്രമണവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ രഹസ്യാത്മകത ഇപ്പോഴും പോലീസ് തുടരുകയാണ്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. സംഗീത. ശരി ലെവിൻ.